യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ പാഠത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് നമ്മളെ തന്നെ പൂർണ്ണമായും നമ്മളെ സ്നേഹിക്കുന്ന ആ നല്ല പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നല്ലൊരു ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അനന്ത സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ പാഠം നല്ലവണ്ണം മനസ്സിലാക്കുന്നതിനും കൃത്യസ്ഥിതമാക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷമായി ഈ ഒരു വർഷം സഭ ആചരിക്കുമ്പോൾ സഭയോടൊത്തു ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ പിതാവിനോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് നമുക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. ഉണ്ണി യേശുവിനെയും മാതാവിനെയും കാത്തുപരിപാലിച്ച ആ നല്ല താതൻ നമ്മളെയും കാത്തുപരിപാലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പൂർണ്ണമായും ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പറയൂ, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ 9ാമത്തെ പാഠം കേരള ലത്തീൻ സഭയും വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാനവും നിങ്ങൾ പഠിച്ചു അല്ലേ? സാറ് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? 9ാം പാഠത്തില് പള്ളിയും പള്ളിക്കൂടങ്ങളും പഠിച്ചു. പിന്നെ കേരളത്തിൽ ആധുനിക സാർവത്രിക വിദ്യാഭ്യാസത്തിന് വിത്തുപാകിയത് ആരാണെന്നാണ് പഠിച്ചത്? പറയൂ, ലത്തീൻ സഭ അല്ലേ? ലത്തീൻ സഭയാണ് ആധുനിക വിദ്യാഭ്യാസത്തിന് വിത്തുപാകിയത്. അപ്പൊ നമ്മൾ ലത്തീൻ സഭ എന്ന് പറഞ്ഞാൽ സാർവത്രിക സഭയാണ്. അപ്പോൾ കേരളത്തിൽ എത്ര റീത്തുകളുണ്ട്? കത്തോലിക്ക സഭയുടെ കീഴിൽ കേരളത്തിൽ എത്ര റീത്തുകളുണ്ട്? 3 റീത്തുകളുണ്ട്. ഏതൊക്കെയാണ് 3 റീത്തുകൾ? 1 ലത്തീൻ റീത്ത്, 2 സുറിയാനി റീത്ത്, 3 മലങ്കര റീത്ത്. ഈ 3 റീത്തുകളും കത്തോലിക്ക സഭയുടെ കീഴിലുള്ള റീത്തുകളാണ്. മറ്റുള്ള ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ലത്തീൻ റീത്തിലാണ് നമ്മളൊക്കെ ഉൾപ്പെടുന്നത്. നേരെ നമ്മുടെ ലത്തീൻ സഭ സാർവത്രിക വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്ത നേട്ടങ്ങൾ പലതാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് മിഷണറീസ് വന്നിട്ട് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുകയും ഒരുപാട് സ്കൂളുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. നേരം നമ്മൾ അങ്ങനെ വളരെ എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരും വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ തലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നേരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ലത്തീൻ സഭയും നമ്മൾ പഠിച്ചു. പിന്നെ മിഷനറിമാരും ലത്തീൻ സഭയും അച്ചടിയും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊക്കെ നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതുപോലെ ഒന്ന് പഠിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. കാരണം കത്തോലിക്ക മിഷനറിമാര് നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്ത വളരെയധികം കാര്യങ്ങൾ സ്തുത്യർക്കാവകമാണ്. അന്നേരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം കത്തോലിക്ക സഭയും ആതുര ശുശ്രൂഷ രംഗവും. വിദ്യാഭ്യാസ മേഖലയിൽ അവർ ചെയ്തു. അതുകൂടാതെ ആതുര ശുശ്രൂഷ മേഖലയിൽ കത്തോലിക്ക സഭ ചെയ്തിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ്. അന്നേരം ഒന്നുകൂടി പാഠം പറഞ്ഞേ, കത്തോലിക്ക സഭയും ആതുര ശുശ്രൂഷ മേഖലയും. പാഠം തുടങ്ങുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിന്റെ ആദ്യ പേജിൽ തന്നെ ഒരു ചിത്രമുണ്ട്. എന്താണ് ആ ചിത്രം? നിങ്ങളത് കണ്ടോ? ഒരു ഡോക്ടർ രോഗിയായി വന്ന ഒരു അമ്മച്ചിയെ പരിശോധിക്കുന്ന ഒരു ചിത്രമാണ്. എന്തുകൊണ്ടാണ് പരിശോധിക്കുന്നത്? ഡോക്ടറിന്റെ സ്റ്റെതസ്കോപ്പ് കൊണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഡോക്ടറിന്റെ മുഖത്തേക്ക് നോക്കിയോ? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ മുഖം? വളരെ പ്രസന്നവും സന്തോഷം നിറഞ്ഞതും പിന്നെ എന്താണ്, പ്രസന്നാഭരിതവുമാണ് അദ്ദേഹത്തിന്റെ മുഖം. പിന്നെ അങ്ങനെയുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് രോഗി വരുമ്പോൾ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? രോഗിക്കും
വളരെ ആശ്വാസമുള്ളതുപോലെ തോന്നും. എന്നാൽ ഈ അമ്മച്ചി ഡോക്ടറെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ വളരെ ആശ്വാസമുള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ? നേരം നിങ്ങൾ എല്ലാവരും ഡോക്ടറെ അടുത്ത് പോയിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ പോയിരിക്കുന്നത്? എന്തെങ്കിലും അസുഖം വരുമ്പോൾ അല്ലേ, പനി വരുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ ഇതേ അനുഭവം തന്നെ? ഡോക്ടർ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ മരുന്ന് തരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അസുഖങ്ങൾ അല്ലെ, പനിയാണെങ്കിൽ പനി അതൊക്കെ പകുതിയും മാറിയിരിക്കുന്നത് പോലെ തോന്നും. എന്തായിരിക്കും കാരണം? ഡോക്ടർക്ക് നമ്മോട് അല്ലെങ്കിൽ ഏതൊരു രോഗിയോടുമുള്ള സമീപനമാണ് അത്. ഒരു രോഗിയെ സാന്ത്വനപ്പെടുത്തുന്നത്, ആശ്വാസം പകരുന്നത് ഒരു ഡോക്ടറാണ് അല്ലേ? നിങ്ങൾക്ക് പറയാമോ ഒരു ഡോക്ടറിൽ കൂടിയും ഓരോ ഡോക്ടറിൽ കൂടിയും ആരാണ് പ്രവർത്തിക്കുന്നതെന്ന്? ദൈവമാണ് ഡോക്ടറിൽ കൂടി പ്രവർത്തിക്കുന്നത്. അവര് പരിശോധിച്ച് അവരെന്ത് ചെയ്യുന്നു? അവർ പരിശോധിച്ച് നമുക്ക് മരുന്ന് തരുന്നു. പക്ഷേ അസുഖം മാറ്റുന്നത്, നമുക്ക് സുഖം പകരുന്നത് ദൈവമാണ്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. 2-3 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് പനി വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഒരു അഗ്രഹിസ്തവനായ സുരേഷ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അടുത്താണ് ഞാൻ പോയത്. നേരം അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറയുകയാണ്, സിസ്റ്ററെ, ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് മരുന്ന് തരുന്നു. ഞാൻ പഠിച്ചതനുസരിച്ചുള്ള അറിവനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു തരുന്നു. പക്ഷേ ഇതൊക്കെ സുഖപ്പെടുത്തുന്നത് ആരാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഈശോയാണ്. വളരെ സത്യം സിസ്റ്ററെ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ഈശോയാണ് നമ്മെ എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അഗ്രഹിസ്തവനായ ഒരു ഡോക്ടർക്ക് ഇത്രയും വിശ്വാസമാണെങ്കിൽ കത്തോലിക്കയായ, അതും ഒരു സിസ്റ്ററായ ഞാൻ എത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ഈശോയെ വിശ്വസിക്കണം. നേരം നാമും വിശ്വസിക്കേണ്ടത് നമുക്ക് ആശ്വാസം പകരുന്നതും ശക്തി നൽകുന്നതും നമ്മളെ സുഖപ്പെടുത്തുന്നതും ഈശോയാണ്. ആരോഗ്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. കാരണം എന്താണ്? നമുക്ക് ശക്തിയില്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുമോ? കളിക്കാൻ സാധിക്കുമോ? വീട്ടിൽ അമ്മയെയും അപ്പച്ചനെയും സഹായിക്കാൻ സാധിക്കുമോ? നമുക്ക് ഒന്നിനും കഴിയുകയില്ല. നിസ്സഹായ അവസ്ഥയിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് നാം ജീവിക്കേണ്ടതായി വരും അല്ലേ? അതുകൊണ്ടാണ് നാം പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന്. നാം പാഠം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഒരു രാഷ്ട്രത്തിന്റെ സുപ്രധാന സമ്പത്ത് അവിടുത്തെ ജനതയുടെ ആരോഗ്യമാണ്. എന്താണ് രാഷ്ട്രത്തിന്റെ സുപ്രധാന സമ്പത്ത്? അവിടെയുള്ള ജനതയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം ആണ്. ആരോഗ്യമുള്ള ജനതയ്ക്ക് മാത്രമേ ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നാം പഠിക്കുന്ന പാഠം കത്തോലിക്ക സഭയും ആതുര ശുശ്രൂഷ രംഗവും എന്ന ഈ പാഠത്തിൽ പ്രധാനമായും എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ആതുര ശുശ്രൂഷ സേവന രംഗത്ത് കത്തോലിക്ക സഭ നൽകിയിട്ടുള്ള സംഭാവനകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് ആതുര ശുശ്രൂഷ സേവന രംഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആശുപത്രികൾ, ഡിസ്പെൻസറികൾ, മറ്റ് ആരോഗ്യ പ്രവർത്തന മേഖലകൾ മുതലായ ഇവിടെയെല്ലാം കത്തോലിക്ക സഭ നൽകിയിട്ടുള്ളതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ സേവനങ്ങളെയാണ് ഇവിടെ നാം വിവക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. കത്തോലിക്ക സഭ എന്നാൽ എന്താണ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? എന്താണ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ? അപ്പസ്തോല ഗണങ്ങളുടെ മേൽ അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളുടെ മേൽ ഈശോ സ്ഥാപിച്ചതാണ് അവിടുത്തെ സഭ, കത്തോലിക്ക സഭ അല്ലേ? അപ്പോൾ സഭയുടെ തലവൻ ആരാണ്? ഈശോ തന്നെയാണ് സഭയുടെ തലവനും അതിന്റെ ശിരസ്സുമെല്ലാം കേന്ദ്രവുമെല്ലാം ഈശോ തന്നെയാണ്. ഈശോ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് സഭ സ്ഥാപിച്ചത്? 2020 വർഷമായി അല്ലേ? 2020 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ അപ്പസ്തോല സമൂഹത്തിന് മേൽ സ്ഥാപിച്ചതാണ് കത്തോലിക്ക സഭ. ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നതും ഈശോ തന്നെയാണ്. ആരാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? അപ്പസ്തോലന്മാരാണോ? അല്ല, പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്.
ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? 3 ആളുകൾ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒന്നിച്ച് അവരാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിത്വൈക ദൈവം. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവിടുത്തെ പുത്രനായ യേശുവിന്റെ തിരുരക്തം നൽകി അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു. എങ്ങനെയാണ് നമ്മെ വീണ്ടെടുത്തത്? യേശുവിന്റെ കുരിശുമരണത്തിലൂടെ. യേശുവിന്റെ കുരിശുമരണത്തിലൂടെ അവിടുന്ന് വീണ്ടെടുത്തു. അവിടുത്തെ തിരുരക്തത്താലാണ് കത്തോലിക്ക സഭ രൂപം കൊണ്ടത്. അപ്പോൾ കത്തോലിക്കരായ നാം എല്ലാവരും, സകല മനുഷ്യരും ഈശോയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും സ്വർഗത്തിന്റെ അവകാശികളുമാണ്. ആര് വഴിയായിട്ടാണ് നാം സ്വർഗത്തിലേക്ക് പോകുന്നത്? യേശു വഴി. യേശുവിൽ കൂടെ അല്ലാതെ വേറൊരു രക്ഷയും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. കാരണം യേശുവാണ് പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏക മധ്യസ്ഥൻ. ആരാണ്? ഈശോയാണ്. ഈശോയെ നമുക്ക് പിതാവായ ദൈവം ദാനമായി നൽകിയതാണ്. യേശു എത്ര വർഷമാണ് ഈ ലോകത്തിൽ ജീവിച്ചത്? പറയൂ. വെറും 33 വർഷം മാത്രമാണ് ഈശോ ഈ ലോകത്തിൽ ജീവിച്ചത്. അതിൽ 30 വർഷവും അവിടുന്ന് എങ്ങനെ ജീവിച്ചു? രഹസ്യ ജീവിതം. ആരും അറിയാതെ എന്ന് പറഞ്ഞാൽ പുറം ലോകം അറിയാതെയുള്ള ജീവിതമാണ് രഹസ്യ ജീവിതം. ആരും പേടിച്ചിട്ടാണ് അവിടുന്ന് അങ്ങനെ ജീവിച്ചത്? അല്ല, അത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. 30 വയസ്സ് വരെ യുവാവായ യേശു തന്റെ വളർത്തു പിതാവായ യോസേപ്പിതാവിനും മാതാവിനും വിധേയപ്പെട്ട് ആ കൊച്ചു കുടുംബത്തിൽ, എവിടുത്തെ കൊച്ചു കുടുംബമാണ്? നസ്രത്തിലെ കൊച്ചു കുടുംബത്തിൽ അവിടുന്ന് രഹസ്യമായി ജീവിക്കുന്നു. ആ കുടുംബത്തിന് ഈശോ അവിടെ ജീവിച്ചത് കൊണ്ട് ആ കുടുംബത്തെ എന്താണ് വിളിക്കുന്നത്? നസ്രത്തിലെ തിരുക്കുടുംബം. എന്താണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ? നസ്രത്തിലെ തിരുക്കുടുംബം എന്നാണ് ഈശോ വസിച്ച കുടുംബത്തിനെ വിളിച്ചിരുന്നത്. അന്നേരം യേശുവിന് 30 വയസ്സായപ്പോൾ അവിടത്തേക്ക് തോന്നി തന്റെ ദൗത്യം ആരംഭിക്കാനുള്ള സമയമായി എന്ന്. എന്തായിരുന്നു അവിടുത്തെ ദൗത്യം? സുവിശേഷം പ്രസംഗിക്കുക. അതുവഴിയായിട്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹം ലോകം മുഴുവൻ അറിയിക്കുക. കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ മാത്രമാണോ ദൈവത്തിന്റെ സ്നേഹം അറിയേണ്ടത്? അല്ല, സമസ്ത ജനവും പിതാവായ ദൈവത്തിന്റെ സ്നേഹം അറിയണം. പിതാവ് എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവിന്റെ ഇഷ്ടപ്രകാരമാണ് അവിടുത്തെ തിരുസുതൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് സമസ്ത ജനവും അറിയുന്നതിന് വേണ്ടിയാണ്. അല്ലേ? അതാണ് യേശു ആഗ്രഹിച്ചതും. അതിനുശേഷം യേശുവിന്റെ ദൗത്യം എന്താ? തന്റെ കുരിശുമരണം വഴി തന്റെ ജീവൻ ബലി കഴിച്ച് എല്ലാവരെയും രക്ഷിക്കുക. എന്നിട്ട് എവിടേക്ക് കൊണ്ടുപോകണം? പിതാവായ ദൈവത്തിന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പായി എന്ത് ചെയ്യുന്നു? അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കുന്നില്ല. അവിടുന്ന് 40 ദിവസം രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഈശോ ശാരീരികമായിട്ട് വിശപ്പും ദാഹവും സഹിച്ച് ക്ഷീണിതനാകുന്നു. പ്രാർത്ഥനയുടെ ശക്തിയിൽ അവിടുത്തേക്ക് ശക്തിയുണ്ട്, പക്ഷെ ആകെ ക്ഷീണിച്ച് വിവശനാകുന്നു. അങ്ങനെയുള്ള ഈശോയെ പരീക്ഷിക്കാനായിട്ട് അവിടെ ആര് വരുന്നു? ഒരു പിശാച് അവിടെ വരുന്നു. പിശാച് അവിടുത്തെ പരീക്ഷിക്കുന്നു. പക്ഷെ അവിടുന്ന് ആ പരീക്ഷണത്തിന് വിധേയനാകുന്നില്ല. കാരണം എന്താണ്? പ്രാർത്ഥനയുടെ ശക്തിയിൽ പിതാവായ ദൈവം അവിടുത്തേക്ക് ശക്തി നൽകിയിരുന്നു. പരിശുദ്ധാത്മാവായ ദൈവം അവിടുത്തെ സഹായിക്കുന്നു. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ അവിടുന്ന് അകപ്പെട്ടില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് വായിച്ച് ധ്യാനിക്കണം. അതിനുശേഷം നാം കാണുന്നത് ഈശോ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ഗലീലിയ പ്രദേശങ്ങളിൽ പഠിപ്പിക്കുകയും സാബത്ത് ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് ഏശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിനെ കുറിച്ച് എഴുതിയ വചനങ്ങൾ അവിടുന്ന് വായിക്കുന്നതുമാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇതാണ് യേശുവിന്റെ മഗ്ന കാർട്ട അഥവാ ദൗത്യം. നമുക്ക് ഈ വചനഭാഗം ധ്യാനപൂർവം ശ്രദ്ധിച്ച് കേൾക്കാം. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ
ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ചുവെച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. തന്റെ ദൗത്യ നിർവഹണത്തിന് അവിടുന്ന് അതിനുശേഷം ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ആവശ്യമുണ്ടെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രകാരത്തില് ഈശോ എന്ത് ചെയ്യുന്നു? അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. എത്ര അപ്പസ്തോലന്മാരെയാണ് ഈശോ തിരഞ്ഞെടുത്തത്? 12 അപ്പസ്തോലന്മാര്. അവരെങ്ങനെയുള്ളവരായിരുന്നു? പാവപ്പെട്ടവരായിരുന്നു അല്ലെ? മുക്കുവന്മാരും അങ്ങനെയൊക്കെയുള്ളവരായിരുന്നു അവര്. നേരം സമൂഹത്തില് വളരെ താണ നിലവാരത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് തന്നോടൊപ്പമായിരിക്കുവാൻ യേശു ആദ്യം തിരഞ്ഞെടുക്കുന്നത്. യേശുവിനോട് കൂടി ആയിരിക്കുന്നതിനും എന്തിനു വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈശോയോട് കൂടി ആയിരിക്കുന്നതിനും പിന്നെ എന്തിനു വേണ്ടി? സുവിശേഷം പ്രഘോഷിക്കുന്നതിനും വേണ്ടി. ഈശോ 3 വർഷമാണ് തന്റെ അപ്പസ്തോല ഗണങ്ങളോടൊപ്പം പരസ്യജീവിതം നയിച്ചത്. പിന്നെ അങ്ങോട്ട് ഈശോയുടെ ജീവിതത്തിലും പ്രവർത്തന മേഖലകളിലും ഒക്കെ ആരുണ്ടായിരുന്നു? ഈ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. ഒരാളൊഴികെ അല്ലെ? യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്ത് അങ്ങനെ പോയി. ബാക്കി എല്ലാവരും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഈശോയെ എങ്ങനെ അനുഭവിച്ചു? അവർ ഓരോരുത്തരും ഈശോയെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചു. വ്യക്തിപരമായി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ സ്വഭാവവും ഗുണവും എല്ലാം അവര് മനസ്സിലാക്കി. അതനുസരിച്ച് ഈശോയോട് ചേർന്നിരുന്നു. നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഫ്രണ്ടിനോട് കൂടെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കും. അത് തന്നെയാണ് ഈ അപ്പസ്തോലന്മാരും ആഗ്രഹിച്ചത്. അതാണ് നമ്മോടും പറയുന്നത്. പ്രാർത്ഥനയിൽ ഈശോയുമായി അടുത്തിരിക്കുക, ഈശോയെ വ്യക്തിപരമായിട്ട് അറിയുക. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ അവിടുന്ന് എന്തൊക്കെയാണ് ചെയ്തത്? സുവിശേഷം പ്രസംഗിച്ചു, പഠിപ്പിച്ചു. എങ്ങനെയൊക്കെയാണ് അവിടുന്ന് പഠിപ്പിച്ചത് പറയാമോ? ഉപമകളിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു, സംഭവങ്ങളിലൂടെ പഠിപ്പിച്ചു, ഉദാഹരണങ്ങളിലൂടെയും ദൈനംദിന ജീവിത സാഹചര്യങ്ങളിലൂടെയും ഒക്കെ അവിടുന്ന് പഠിപ്പിച്ചു. പിന്നെ നിരവധി പേരുടെ പാപങ്ങൾ മോചിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു. പല അത്ഭുതങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈശോ ഈ 3 വർഷം കൊണ്ട് ചെയ്തു. ഈശോയുടെ പ്രവർത്തന മേഖലകളിൽ അപ്പസ്തോലന്മാരും മറ്റ് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഈശോയുടെ ഈ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഈശോ വെറും ഈ 3 വർഷം കൊണ്ട് തന്റെ ദൗത്യം പൂർത്തിയാക്കി എങ്ങോട്ടാണ് പോകുന്നത്? പിതാവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്റെ അപ്പസ്തോലന്മാർക്ക് അവിടുന്ന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. 9 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 ഇങ്ങനെ പറയുന്നു: അവൻ അവരെ പേര് ചൊല്ലി വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ആരുടെ മേലാണ് അധികാരവും ശക്തിയും കൊടുത്തത്? സകല പിശാചുക്കളുടെയും മേൽ. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് നൽകിയ ഈ പ്രബോധനമാണ് രോഗി ശുശ്രൂഷയ്ക്ക് കത്തോലിക്ക സഭയെ പ്രേരിപ്പിക്കുന്ന സുപ്രധാന ഘടകം. സുവിശേഷത്തിൽ നാം കാണുന്നു, യേശു നൽകിയ ഈ പ്രബോധനം അനുസരിച്ച് ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നതായിട്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 6 ഇങ്ങനെ പറയുന്നു: അവർ പുറപ്പെട്ട്, ആര്? അപ്പസ്തോലന്മാർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. എന്ന് പറഞ്ഞാല് യേശു
പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവ് അവരിൽ കൂടി പ്രവർത്തിക്കുന്നു. അപ്പോൾ യേശു ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഇവരിൽ കൂടി നിർവഹിക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പസ്തോലന്മാരും അവർക്ക് ശേഷമുള്ള ആദിമ ക്രിസ്ത്യാനികളുടെ തീഷ്ണതയും ചൈതന്യവും ഒട്ടും ചോർന്നു പോകാതെ രോഗി ശുശ്രൂഷ രംഗത്ത് കത്തോലിക്ക സഭ ഇന്നും പ്രവർത്തിച്ചു പോരുന്നു. ഇന്നാകുന്ന കത്തോലിക്ക സഭ, യേശു സ്ഥാപിച്ച കത്തോലിക്ക സഭ ഇന്നും അതേ പ്രവർത്തനങ്ങൾ അതിതീഷ്ണതയോടുകൂടി ചെയ്തു പോരുന്നു. ആത്മാക്കളുടെ വൈദ്യനായ യേശുവിന്റെ ജീവദായക സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് കത്തോലിക്ക സഭ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടും രോഗികളിലേക്ക് ജീവദായകമായ സൗഖ്യം ഒഴുക്കാൻ സഭ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് സ്റ്റോപ്പില്ല. അതിന് നിർത്തിയല്ല ഇവിടം വരെ ഞാൻ ചെയ്യൂ, അല്ലെ അവിടം വരെ ഞാൻ ചെയ്യൂ, അങ്ങനെയില്ല. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ഇല്ലാതെ നമ്മൾ കത്തോലിക്ക സഭ അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും നമ്മുടേതായ ആ രീതിയിൽ ജീവിതാവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്യേണ്ടവരാണ്. യോഹന്നാൻ 10:10 പറയുന്നത് പോലെ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, അവർക്കെന്ന് പറഞ്ഞാല് മാനവ സമൂഹത്തിന്, മനുഷ്യകുലത്തിന് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്നരുൾ ചെയ്ത ഈ ഈശോയുടെ ദൗത്യത്തിന്റെ പിന്തുടർച്ചയാണ് കത്തോലിക്ക സഭയും രോഗി ശുശ്രൂഷ രംഗത്ത് നിർവഹിക്കുന്നത്. നാം ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണുകയാണ്. ഈശോ ചെയ്ത പ്രവർത്തനങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം ഈ സമൂഹത്തില്, കത്തോലിക്ക സഭാ സമൂഹത്തില് പല ആൾക്കാരും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അത് നമ്മൾ വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ നമുക്കിപ്പോൾ കാണാം.